നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. നിങ്ങൾക്ക് പഠിപ്പുരയുടെ പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് SSLCയുടെ ജോഗ്രഫി അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ജോഗ്രഫിയിൽ അല്ലെങ്കിൽ SS സെക്കൻഡ് അതിനകത്ത് വരുന്ന ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം, ഓൾറെഡി നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചതായിരിക്കാം. കാരണം നിങ്ങളുടെ മെയിൻ എക്സാമിന് ഫസ്റ്റ് ടേം എക്സാം ഇപ്പോൾ കഴിഞ്ഞു, അതിൻ്റെ എക്സാമിന് വേണ്ടി പഠിച്ച പോർഷൻസ് തന്നെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊന്നുകൂടി വിശദമായി കുറച്ചുകൂടി സിമ്പിളായിട്ട് കുറച്ചുകൂടി ലളിതമായി എല്ലാം ഒക്കെ മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഒരു ക്ലാസ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ആർക്കെങ്കിലും മനസ്സിലാകാത്ത പോർഷൻസ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ കോമൻസ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എന്ത് സെഷൻസ് ആയിക്കോട്ടെ, എന്ത് ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ ധൈര്യപൂർവ്വം അവതരിപ്പിക്കുക. നിങ്ങളുടെ കെമിസ്ട്രി ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന വിഷയം എന്തായിരുന്നു? ഈ പറയുന്ന SS ആണ്, അല്ലെങ്കിൽ ജോഗ്രഫിയാണ്. ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്തായിരുന്നു? വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അല്ലേ, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടാണ് എന്താ ഈ ചാപ്റ്ററിൽ നമുക്കിവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താ ഇത്ര ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഠത്തിൻ്റെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഇമ്പോർട്ടൻസ് അല്ല എന്നല്ല, ചോദിക്കാൻ സാധ്യതയുള്ള കമ്പാരിസൺ വരുന്ന രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് അടക്കാം. പാഠത്തിലോട്ട് കടന്നതിന് ശേഷം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സോ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിൽ തന്നെ, ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ അന്തരീക്ഷ സ്ഥിതികൾ, അതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരിടത്താണെങ്കിൽ കാറ്റ് വീശുന്നു, തെങ്ങിങ്ങനെ പറന്നു പോകുന്നു, അതുപോലെ ഒരിടത്താണെങ്കിൽ നല്ല മൂടൽ മഞ്ഞ്, മറ്റൊരിടത്താണെങ്കിൽ കാർമേഘം ഇങ്ങനെ നിൽക്കുകയാണ്, ഒരിടത്ത് നല്ല മഴയാണ്, എന്നാൽ മറ്റൊരു സ്ഥലത്ത് എന്തായിരുന്നു, നല്ല വെയിലും കാണാം. അല്ലേ, അപ്പം നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസോ അല്ലെങ്കിൽ അന്തരീക്ഷ സ്ഥിതികളും നമുക്കുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് പുറത്ത് മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, വെയിലോടുകൂടി ഉള്ളൊരു കാലാവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ എന്തായിരിക്കും, ആ വീടിന് പുറത്ത് മഴയായിരിക്കാം, ചിലപ്പോൾ നല്ല വെയിലായിരിക്കാം, അതൊക്കെ ആയിരിക്കാം. അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം. ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. Are the atmospheric conditions that we experience such as sunlight, rain, mist, wind, cloud and the conditions such as hot and cold stable. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, നമ്മുടെ ഉച്ചയ്ക്ക് നമുക്ക് കിട്ടുന്ന സൺലൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീട് കിട്ടുന്ന മഴ ആയിക്കോട്ടെ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റ് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് ആയിക്കോട്ടെ, വിൻഡ് അല്ലെങ്കിൽ കാറ്റായിക്കോട്ടെ, ക്ലൗഡ്സ് ആയിക്കോട്ടെ, മേഘങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം അതേപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇത് ഒരേപോലെ തന്നെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണോ? അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാറുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അനുഭവിച്ചു കഴിഞ്ഞാലും അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ അനുഭവിക്കാറുള്ളൂ, അല്ലെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അതങ്ങ് മാറിപ്പോകാറുണ്ട്. അല്ലേ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഓഫ് എനി പ്ലേസ് ഡിപ്പെൻഡ് ഓൺ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. ഒരു പ്രദേശത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കാറ്റ് വേണോ, മഴ വേണോ, ചൂട് വേണോ, വെയിൽ വേണോ, എന്താണെങ്കിലും തീരുമാനിക്കുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളുണ്ട്. എത്ര ഘടകങ്ങളുണ്ട്? 4 ഘടകങ്ങളുണ്ട്. സോ ഈ 4 ഘടകങ്ങളാണ് ഒരിടത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരിടത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താവണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ 4 ഫാക്ടേഴ്സ്? ഒന്നാമത്തെ പേര് പറയുന്നു, എന്താ നോക്കിയേ, ഒന്നാമത്തെ പേരായിരുന്നു ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില, രണ്ടാമതാണ് പ്രഷർ, മൂന്നാമത്താണ് വിൻഡ് അല്ലെങ്കിൽ കാറ്റ്, നാലാമത്താണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു? നമ്മൾ ഇവിടെ പഠിക്കുന്നു 4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അല്ലേ, എന്തൊക്കെയായിരുന്നു? ഒന്നാമത്താണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില, രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, പ്രഷർ അല്ലെങ്കിൽ മർദ്ദം, അന്തരീക്ഷ മർദ്ദം, മൂന്നാമത്തെയാണ് വിൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റുകൾ, നാലാമത്തെയാണ് ഈ പറയുന്ന ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. സോ ഈ 4 പ്രധാനപ്പെട്ട സാധനങ്ങളാണ്, ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, അന്തരീക്ഷത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ സ്ഥിതി എന്താവണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഈ 4 സാധനങ്ങൾ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് കോമൺലി അല്ലെങ്കിൽ ഇവരെ നമുക്ക് ചേർത്തുകൊണ്ട് എന്തെന്ന് വിളിക്കാം, എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? എലമെൻറ്റ്സ് ഓഫ് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കാം.
സോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, വെതറും ക്ലൈമറ്റും ഒന്നല്ല. അത് ഒന്നല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ചാപ്റ്ററിൽ രണ്ടായിട്ട് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ളത് അല്ലേ. സോ വെതർ എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്തായിരുന്നു? ദിനാന്തരീക്ഷ സ്ഥിതി. ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴോ അത് കാലാവസ്ഥ. സോ വെതറും ക്ലൈമറ്റും രണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ വെതറിനെയും ക്ലൈമറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പല ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും ഒരു ദിവസം മഴ പെയ്യണോ, വെയിലാവണോ, ചൂടായിരിക്കണോ, തണുപ്പായിരിക്കണോ, മഞ്ഞായിരിക്കണോ, എന്തോ ആയിക്കോട്ടെ, അതിനേതിനെയും നിയന്ത്രിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെയായിരുന്നു അത്: ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില, പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം, വിൻഡ് അല്ലെങ്കിൽ കാറ്റ്, ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. ഈ 4 ആൾക്കാരാണ് പ്രധാനമായിട്ടും ഇപ്പോൾ അന്തരീക്ഷത്തിൽ എന്ത് കാലാവസ്ഥ വേണം, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ 4 ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ഘടകങ്ങളെ ചേർത്തുകൊണ്ട് നമുക്കെന്ന് പറയാം എലമെന്റ്സ് ഓഫ് വെതർ എന്ന് വിളിക്കാം. എലമെന്റ്സ് ഓഫ് വെതർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു മലയാളത്തിൽ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും വലിയ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്റർ അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. കുറേ ടോപ്പിക്സിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പഠിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഈ 4 ഘടകങ്ങളും, ഈ 4 എലമെൻറ്റ്സ് ഓഫ് വെതർ അല്ലെങ്കിൽ 4 ദിനാന്തരീക്ഷ ഘടകങ്ങളും അതിൻ്റെ ഓരോരോ സബ് പോർഷൻസ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ വിശദമായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആ പോർഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു? എലമെൻറ്റ്സ് ഓഫ് വെതർ. അതായിരുന്നു എലമെൻറ്റ്സ് ഓഫ് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ ഘടകങ്ങൾ. സിമ്പിളായിരുന്നു കാര്യം, ഒന്നുമില്ല. ഒരു ദിവസത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഒരു ദിവസത്തെ അന്തരീക്ഷ സ്ഥിതി മഴയാണോ, വെയിലാണോ, മഞ്ഞാണോ, എന്താവണോ എന്ന് തീരുമാനിക്കുന്നതിനും പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 4 ഘടകങ്ങളുണ്ട്. ഈ 4 ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ 4 ഘടകങ്ങളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എലമെൻറ്റ്സ് ഓഫ് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ ഘടകങ്ങൾ. അപ്പോൾ എത്ര ഘടകങ്ങളുണ്ട്? 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം എന്താണ് എലമെൻറ്റ്സ് ഓഫ് വെതർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി നമുക്ക് എന്താണ് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് atmospheric conditions such as temperature, pressure, wind, humidity and precipitation for a shorter period of time are termed as weather. അപ്പോൾ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് പറയുന്നുണ്ട്? ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താപനില ആയിക്കോട്ടെ, പ്രഷർ മർദ്ദമായിക്കോട്ടെ, വിൻഡ് കാറ്റായിക്കോട്ടെ, ഹ്യൂമിഡിറ്റി ആർദ്രത ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരി, നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കേട്ട് കാണും. പ്രസിപ്പിറ്റേഷൻ മലയാളത്തിൽ നമ്മളെന്തെന്ന് പറയുന്നു? വർഷണം എന്ന് പറയുന്നു അല്ലേ. സോ നിങ്ങൾ എന്തായാലും പഠിച്ചാലും ഇല്ലെങ്കിലും ഈ ചാപ്റ്ററിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം, ഹ്യൂമിഡിറ്റി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രതയെക്കുറിച്ച് ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനെ കുറിച്ച് ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. സോ ഇതിനെല്ലാത്തിനെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാഠത്തിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി അല്ലേ. നോക്കിയടാ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ തുടങ്ങിയ സാധനങ്ങൾ ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് കാലയളവിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് പറയാടാ? വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പുറത്ത് അന്തരീക്ഷത്തിലുള്ള കാലാവസ്ഥ എന്താണോ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതി എന്താണോ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താണോ, അതിനെയാണ് നമ്മൾ വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പുറത്ത് അല്ലെങ്കിൽ എൻ്റെ വീടിന് പുറത്ത് എന്താണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വെതർ അല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ദിനാന്തരീക്ഷ സ്ഥിതി. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിന് പുറത്തുള്ള എന്താണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താണോ, അന്തരീക്ഷ അവസ്ഥ എന്താണോ, നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് ഇപ്പം മഴയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാത്രമായിരിക്കുമല്ലോ മഴ, എന്നും മഴ പെയ്തുകൊണ്ടിരിക്കണം എന്നില്ലല്ലോ. നിങ്ങൾ ജനിച്ച് ഇതുവരെ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, മഴ ഇടയ്ക്ക് വരും പോവുകയും ചെയ്യുന്നൊരു സാധനമാണ് അല്ലേ. സോ അങ്ങനെയുള്ള നിങ്ങളുടെ വീട്ടിന് പുറത്ത് ഇപ്പോഴോ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ അവസ്ഥയെ പറയുന്ന പേരാണ് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പം നിങ്ങൾ മറക്കരുത്, വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ടൈമിൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ ക്ലൈമറ്റ് അങ്ങനെയല്ല. അപ്പോൾ ക്ലൈമറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ക്ലൈമറ്റ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ദ ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ ഈസ് ടേംഡ് ആസ് ദ ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വെതർ പോലെയല്ല.
വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ പ്രദേശം, അതായത് ഒരു ചെറിയ പ്രദേശം, ആ ചെറിയ പ്രദേശത്ത് കുറച്ച് സമയം മാത്രം അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്തായിക്കോട്ടെ. അതിപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ മഴ, അല്ല വെയിലാണെന്നുണ്ടെങ്കിൽ വെയിൽ, അല്ലെങ്കിൽ മഞ്ഞാണെങ്കിൽ മഞ്ഞ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അത് എന്തായാലും ഒരു ചെറിയ പ്രദേശത്ത് കുറഞ്ഞ കാലയളവിൽ മാത്രം ഉണ്ടാകുന്നൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ്, അല്ലെങ്കിൽ അന്തരീക്ഷ അവസ്ഥയാണ് നമ്മളെന്ന് പറയുന്നു വെതർ എന്ന് പറഞ്ഞെങ്കിൽ. ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴാണെങ്കിലോ ഒരു വലിയ പ്രദേശത്ത്, കമ്പാരിറ്റീവ്ലി ഒരു വലിയ പ്രദേശത്ത് അനുഭവപ്പെടുന്ന, വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്ന, ഒക്കെയാണെ 1-2 ദിവസങ്ങളോ 1-2 മാസങ്ങളോ അല്ല, വർഷങ്ങളായിട്ട്. ഇത് അവിടെ പറയുന്നുണ്ട് 35 മുതൽ 40 വർഷം വരെ, 1-2 വർഷമല്ല, 35 മുതൽ 40 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതാണ്. പക്ഷേ വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയാണോ ക്ലൈമറ്റ്? അല്ല. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ വാർത്തയിൽ കാണുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിയോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേട്ടു. അത് ശരിക്കും ക്ലൈമറ്റ് ആണോ വെതറാണോ? അവിടെ നമ്മൾ കേട്ടത്? വെതറാണോ ക്ലൈമറ്റ് ആണോ, അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയാണോ കാലാവസ്ഥയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉത്തരം ഉണ്ടല്ലേ. എന്താ ഉത്തരം? നമ്മളവിടെ കേട്ടത് വെതറാണ്, അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയാണ്. കാരണം ഇന്ന് മഴ പെയ്യും, നാളെ മഴ പെയ്യും, ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് സമയം മാത്രം നടക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, വെതർ എന്നാ പറയുക അല്ലേ. പക്ഷെ നേരെ മറിച്ച് വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സഹാറ മരുഭൂമി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. സഹാറ മരുഭൂമിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന എന്തായിരിക്കും? നല്ല ചൂട് പിടിച്ച് കിടക്കുന്ന മണൽ കൂനകൾക്കുള്ള ഒരു വലിയ വിശാലമായ ഒരു മരുഭൂമിയാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരിക. അപ്പോൾ അവിടുത്തെ സഹാറ മരുഭൂമിയിലെ കാലാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, അവിടെ ചൂടാണ്. വർഷങ്ങളായിട്ട് അല്ലേ, 35-40 വർഷം, 50-100 ആയിരക്കണക്കിന് വർഷം കൊണ്ട് അവിടെ എന്ത് തന്നെയാണ് ഈ പറയുന്ന ചൂട് ഉള്ള ഒരു കാലാവസ്ഥയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ധ്രുവ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ പോളാർ റീജിയൻസ്, അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് മഞ്ഞിൻ്റെ ചിത്രവും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളുടെ ചിത്രമായിരിക്കും വന്നിട്ടുള്ളത്. സോ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, അവിടുത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന എന്താണോ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഉറപ്പാണല്ലോ. ഇനി കേരളത്തിൻ്റെ ക്ലൈമറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കേരളത്തിൻ്റെ ക്ലൈമറ്റ്. അപ്പോൾ കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളം നിങ്ങൾക്കറിയാം, ഇതാണ് ഭൂമി എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ നടുക്കുള്ള ലൈനെയാണ് നമ്മൾ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നു. ഈ ഭൂമധ്യരേഖയുടെ ഏകദേശം അടുത്താണല്ലോ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ ഇരിക്കുന്നത്. ഭൂമധ്യരേഖ ഇന്ത്യയിൽ കൂടെ പോകുന്നില്ല, പക്ഷേ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്താണ്. സോ ഇന്ത്യയിൽ കേരളം ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഇക്വേറ്ററിന് അടുത്തായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഈ പറയുന്ന ഇക്വേറ്ററിലാണ്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് വരും ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കേരളത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും നല്ല രീതിയിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ചൂട് കിട്ടുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ചൂട് കിട്ടുന്ന ഈ പ്രദേശങ്ങൾ, ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന, ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന ചൂട് കിട്ടുന്ന ഈ പ്രദേശങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ് വിളിക്കുക. ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ് വിളിക്കുക. എന്താണെന്ന് വിളിക്കുക? ട്രോപ്പിക്കൽ, അല്ലെങ്കിൽ ഉഷ്ണമേഖല പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഉഷ്ണമേഖല, ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖല. ഇനി കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ എപ്പോഴും എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇടവിട്ട് മൺസൂൺ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, മൺസൂൺ മഴകൾ, അല്ലെങ്കിൽ മൺസൂൺ കാറ്റുകൾ വീശുകയും അതിൽ നിന്നും മൺസൂൺ മഴ കേരളത്തിൽ വ്യാപകമായിട്ട് പെയ്യാറുണ്ട് അല്ലേ. വർഷത്തിൽ 2 തവണയാണ് പ്രധാനമായിട്ട് മൺസൂൺ കാറ്റുകൾ വീശുകയും മൺസൂൺ മഴ ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് കേരളത്തിനുള്ളത്. ചൂടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ട് അല്ലേ, നല്ല ചൂടുണ്ട് അല്ലേ. ഇവിടെ ഇപ്പം ഞാൻ തന്നെ ചൂട് എടുത്ത് ഉയർത്തിയിരിക്കുകയാണ്. സോ ചൂടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുമുണ്ട്, എന്നാൽ മഴയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ നല്ല മഴയും കിട്ടുന്നുണ്ട്. സോ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് കേരളത്തിൻ്റെ ക്ലൈമറ്റ്. ഓക്കെ. അപ്പം കേരളത്തിൽ ഒരു 10, 25, 30, 40 വർഷം, അല്ലെങ്കിൽ 50 വർഷം, 100 വർഷമായിട്ട് ഇതേ ഒരു കാലാവസ്ഥ തന്നെയാണല്ലേ. വർഷം ഈ പറയുന്ന മാസങ്ങൾ ഇടവിട്ട് ഒരു വർഷത്തിൽ 2 തവണ മഴ പെയ്യാറുണ്ട്, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല വെയിൽ കിട്ടാറുണ്ട്. അപ്പം അത്രയും കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മളെന്ന് പറയുന്നതിനകത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എന്നാൽ വെതർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, വളരെ കുറച്ച് സമയം. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പോലെ അന്തരീക്ഷ സ്ഥിതി എന്താണ്, വെയിലാണോ മഴയാണോ, അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പ്രദേശത്ത് നടക്കുന്ന കാര്യത്തിനാണ് നമ്മളെന്ന് പറയുന്നത് അവിടുത്തെ വെതർ, അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ മറക്കാനേ പാടുള്ള കാര്യമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലെ നിങ്ങളുടെ പറഞ്ഞ ഈ 2 സാധനങ്ങളും തമ്മിൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ചോദിക്കാം. എന്താണ് വെതർ എന്നും എന്താണ് ഈ പറയുന്ന ക്ലൈമറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, കമ്പാരിസൺ ചെയ്തുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായെങ്കിലാണ് നമുക്ക് ബാക്കിയുള്ള സെക്ഷൻസ് കുറച്ചുകൂടെ രസകരമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പം ഈ വെതറിനെ കുറിച്ചും ക്ലൈമറ്റിനെ കുറിച്ചും പറഞ്ഞു. ഈ ക്ലൈമറ്റിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്.
കാരണം ക്ലൈമറ്റിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കട്ടോ, ഇത്രയും വർഷമായിട്ട് ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ക്ലൈമറ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം, അവിടെയുള്ള ജന്തുക്കൾ, അവിടെയുള്ള സസ്യങ്ങൾ, അവിടെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളായിക്കോട്ടെ, അതിലെല്ലാത്തിലും എന്തുണ്ടാവും, പല രീതിയിലുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരിടത്ത് ആൾക്കാർ എങ്ങനെ താമസിക്കണം, ജീവികൾ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെടികൾ വളരണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഭയങ്കരമായ അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണെന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ്, അല്ലേ, ആ പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റ് അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ചെടി വളരുള്ളൂ, ഒരു ജീവിക്ക് വളരാൻ പറ്റുള്ളൂ, മനുഷ്യർ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ പറയുന്ന ക്ലൈമറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സോ ക്ലൈമറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം.